നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേരളത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം സിനിമയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഉദയയുടെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമയാണ്. കേരളത്തിൽ നടന്ന സംഭവമാണ്. അത് കഴിഞ്ഞ് മൈനത്തെരുവി കൊലക്കേസും മാടത്തെരുവി കൊലക്കേസും വന്നു. രണ്ടും ഒരേ സബ്ജക്റ്റായിരുന്നു. മെർലാൻഡും ഉദയം കൂടി മത്സരിച്ച് ചെയ്തതാണ് മൈനത്തെരുവി കൊലക്കേസും മാടത്തെരുവി കൊലക്കേസും. പിന്നെ രാജൻ പറഞ്ഞ കഥ, അടിയന്തരാവസ്ഥ സമയത്ത് രാജനെ ഉരുട്ടിക്കൊന്ന, ദാരുണമായി കൊല്ലപ്പെട്ട് ഡെഡ് ബോഡി പോലും കിട്ടാതെ പോയ രാജൻ്റെ കഥ. പിന്നെ തങ്കമണി എന്ന് പറഞ്ഞ ഇടുക്കിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് ഇതാ സമയമായി എന്ന് പറഞ്ഞ് PG വിശ്വംഭരൻ ഒരു സിനിമ ചെയ്തു. ഈ അടുത്ത കാലത്ത് ദിലീപ് തങ്കമണി എന്ന് പറഞ്ഞ് വീണ്ടും ആ സബ്ജക്റ്റ് എടുത്ത് ചെയ്തു. നമ്മുടെ നടി ശോഭ മരിച്ച, അല്ലെങ്കിൽ ശോഭയെ കൊന്ന, അല്ലെങ്കിൽ ശോഭ ആത്മഹത്യ ചെയ്ത വിഷയത്തെ ആസ്പദമാക്കി ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് ബാലു മഹേന്ദ്രയെ വെള്ളപൂശാനായിട്ട് ശോഭ ഒരു വ്യഭിചാരിണിയായിരുന്നു, അല്ലെങ്കിൽ ശോഭയുടെ അമ്മ കൊണ്ടൊന്ന് വ്യഭിചരിക്കാൻ കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കി, മരിച്ചിട്ട് പോലും കൊന്നിട്ട് പോലും ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടരുതേ എന്ന് പറഞ്ഞ് ചെയ്ത ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക്. പിന്നെ മേജർ രവി രാജീവ് ഗാന്ധിയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയെ വെച്ച് ഒരു പടം ചെയ്തു, 19 ഡേയ്സ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു, ഞാൻ കണ്ടില്ല പടം. പക്ഷേ ഒരു വിഷയത്തെ ആസ്പദമാക്കി 3 സിനിമകൾ വന്ന കേരളത്തിൽ നടന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ദാരുണമായ ഒരു കൊലപാതകമായിരുന്നു മുനോദ് വിജയ എന്ന് പറയുന്ന വിതരണ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ, ചാക്കോയെ 30 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക വെട്ടിക്കാൻ വേണ്ടി ദാരുണമായി കൊലപ്പെടുത്തി കാറിനകത്തിട്ട് കത്തിച്ച സുകുമാരക്കുറുപ്പ് ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. 40 വർഷം കഴിഞ്ഞു. 1984 ഈ സംഭവം നടക്കുന്നത്. 41 വർഷമാവുന്നു. ജനുവരി 21 ആ സബ്ജക്റ്റിനെ ആസ്പദമാക്കി ആ വർഷം തന്നെ സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോവുകയും ചാക്കോ ഇങ്ങനെ കാറിനുള്ളിൽ മരിക്കുകയും ചെയ്ത ആ വർഷം തന്നെ NH-47 എന്ന് പറഞ്ഞ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നൊരു സിനിമ വന്നു. ലിസ ബേബി ആയിരുന്നു സംവിധാനം. നമ്മുടെ സാജ് മൂവീസ് പിന്നീട് വലിയ വലിയ സിനിമകൾ ചെയ്ത, കടത്തനാടൻ അമ്പാടിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സാജ് മൂവീസ്, ഓറിയൻ്റൽ സാജനായിരുന്നു, സാജൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനായിരുന്നു NH-47. അത് കഴിഞ്ഞ് ഈ സബ്ജക്റ്റ് 2016 മറ്റോ അടൂർ ഗോപാലകൃഷ്ണൻ പിന്നെയും എന്ന് പറഞ്ഞ് ദിലീപിനെയും കാവ്യമാധവനെയൊക്കെ വെച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ദുൽഖർ പ്രധാന വേഷം കുറുപ്പായി അഭിനയിച്ച കുറുപ്പ് എന്ന് പറഞ്ഞൊരു പടം വന്നു. ഈ 3 പടങ്ങളിൽ ഏതാ നല്ല പടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും നമ്മളെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള NH-47 ആണെന്ന് ഞാൻ പറയും. പക്ഷേ കുറുപ്പ് കോടികൾ മുടക്കിയിട്ട് 20 കോടിയോ 30 കോടിയോ ഒക്കെ മുടക്കി മനോഹരമായി ചെയ്ത സിനിമയായിരുന്നു. പക്ഷേ എന്തിനീ ഈ ദ്രോഹിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് ഞാൻ ആ പടം കണ്ടിറങ്ങുമ്പോൾ ആലോചിച്ചു. ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ 30 ലക്ഷം രൂപ മറ്റേ ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടി വിഷം കൊടുത്ത് കൊന്നിട്ട് മൂക്ക് പൊത്തിപ്പിടിച്ച് ശ്വാസം അടക്കി അവനെ കൊന്നിട്ട് അവനെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് അത് സുകുമാരക്കുറുപ്പാണ് എന്നുള്ള കള്ളത്തെളിവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല. 1984 ജനുവരി 21 കേരളത്തെ ഞെട്ടിച്ച കൊലപാതകവും കാർ കത്തിക്കലും അന്വേഷണവും ഒക്കെയായി ശ്രദ്ധ നേടിയ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയുടെ ദാരുണാന്ത്യം. പിന്നാലെ ഈ വിഷയം ആസ്പദമാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NH-47 എന്ന് പറഞ്ഞ സിനിമ വന്നു, സാജ് പ്രൊഡക്ഷൻസിൻ്റെ ആദ്യ സിനിമ. അതിലെ കഥ ആരെന്ന് എഴുതി കാണിച്ചാണ് രസം. സാജ് പ്രൊഡക്ഷൻസ് കഥാവിഭാഗമാണെന്ന്. ഏത് കഥാവിഭാഗം? ഹോട്ടൽ നടത്തുന്നവൻ എന്ത് കഥാവിഭാഗം? തിരക്കഥ പാപ്പനംകോട് ലക്ഷ്മണനായിരുന്നു, സുകുമാരനായിരുന്നു. അതിൽ ചാക്കോ ക്രിസ്ത്യനാണെങ്കിൽ ഇതിലെ നായകനെ റഹീം എന്ന് പറഞ്ഞ് സുകുമാരനെയാക്കി, മുസ്ലിം ക്യാരക്ടറാക്കി. TG രവിയായിരുന്നു സുകുമാരക്കുറുപ്പ് എന്നുള്ളതിന് പകരം സുധാകരൻ പിള്ള എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. ലാലു അലക്സ് ആയിരുന്നു SI ജോൺസൺ. CI പോളായിരുന്നു ഇതിൽ സുകുമാരക്കുറുപ്പിൻ്റെ കൂടെ നടന്ന ഭാസ്കര പിള്ളയ്ക്ക് വരാൻ ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത്. ജലജയായിരുന്നു നസീറ എന്ന് പറഞ്ഞ നായികയായിട്ട് അഭിനയിച്ചത്. പിന്നെ ശുഭയും നന്ദബോസും ബാലഗീതായരും ഒക്കെ ഉണ്ടായിരുന്നു.
2016 അടൂർ ഗോപാലകൃഷ്ണൻ്റെ ബയോഗ്രാഫിക്കൽ ക്രൈം സിനിമ എന്ന് പറഞ്ഞിട്ട് തിരക്കഥയും കോ പ്രൊഡ്യൂസറും സംവിധാനവും ഒക്കെ ആയിട്ട് അടൂർ ചെയ്ത ഒരു മോശ സിനിമ എന്ന് ഞാൻ പറയും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ നല്ല സിനിമകളിൽ പെടുത്താവുന്ന അല്ല. പിന്നെയും പുരുഷോത്തമൻ നായർ എന്നായിരുന്നു ക്യാരക്ടറിൻ്റെ പേര്. അയാൾ 3 തരത്തിൽ പ്ലാസ്റ്റിക് സർജറി നടത്തി അയാൾ ആനന്ദ് ശർമ്മയായി മാറും. ദിലീപായിരുന്നു അപേക്ഷ ചെയ്തത്. 2021 നവംബർ 12 തിയേറ്ററിൽ വന്നതാണ് ദുൽഖർ നിർമ്മിച്ച് നായകനായ കുറുപ്പ്. ദുൽഖറിനെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആദ്യമായിട്ട് ദുൽഖറിനെ ഒരു നടനാക്കിയ ശ്രീനാഥ് രാജേന്ദ്രനായിരുന്നു അതിൻ്റെ സംവിധായകൻ. തിരക്കഥ ഡാനിയൽ, സായുജ് നായർ, KS അരവിന്ദ് എന്നിവരായിരുന്നു. 27 കോടി രൂപ ചിലവാക്കിയെടുത്ത സിനിമയാണ്. സുധാകരക്കുറുപ്പ് എന്നായിരുന്നു കുറുപ്പിൻ്റെ അതിലെ പേര്. പക്ഷേ അതിൽ ഷൈൻ ടോം ചാക്കോ സുകുമാരക്കുറുപ്പിൻ്റെ ബന്ധുവായ ഭാസ്കരപിള്ളയായിട്ട് ഭാസിപ്പിള്ള എന്നുള്ള ക്യാരക്ടർ ചെയ്തു. മനോഹരമായി അയാൾ ചെയ്ത് ഷൈൻ ടോം ചാക്കോ ചെയ്ത വേഷമായിരുന്നു. 40 വർഷം മുമ്പ് 30 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തട്ടിപ്പ് വിജയിച്ചാൽ ഇന്നത്തെ കോടികളുടെ മൂല്യമുണ്ട്. 40 വർഷം മുമ്പുള്ള 30 ലക്ഷം ആലോചിച്ച് നോക്കി. പെട്ടെന്ന് പണക്കാരനാകാം. ഈ ചിന്താഗതിയിൽ നിന്നാണ് സുകുമാരക്കുറുപ്പ് ഈ ക്രൈം സ്റ്റോറി ഉണ്ടാക്കിയത്. അബുദാബിയിലെ മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിലിരുന്ന് ഇൻഷുറൻസ് തട്ടിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആദ്യം ആ പ്ലാൻ ചെയ്തതിൻ്റെ 1 ലൈൻ അദ്ദേഹം കേൾപ്പിച്ചത് തൻ്റെ പിയൂണായ ഷാഹുൽ ഹമീദിനോടായിരുന്നു, ചാവക്കാട്ടുകാരൻ ഷാഹുൽ ഹമീദിനോട്. പിന്നെ അദ്ദേഹം ബ്രദറിലായ ഭാസ്കരപിള്ളയോട് ചർച്ച ചെയ്തു. കൃത്യമായി പ്ലാൻ ചെയ്താൽ സംഗതി വിജയിപ്പിക്കാമെന്ന് ഭാസ്കരപിള്ള ഉറപ്പ് കൊടുത്തു. സുകുമാരക്കുറുപ്പും ഷാഹുൽ ഹമീദും കൂടി 1984 ജനുവരി 5 തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. എല്ലാം റെഡിയാക്കിയിട്ട് അറിയിക്കാമെന്ന് കുറുപ്പിൻ്റെ ഉറപ്പിൽ ഷാഹുൽ ഹമീദ് ചാവക്കാട്ടെ വീട്ടിലേക്ക് ട്രെയിനിൽ കയറി യാത്രയായി. ഭാസ്കരപിള്ളയുടെ സുഹൃത്ത് ഡ്രൈവർ പൊന്നപ്പൻ, അയാളുടെ KLY 5959 എന്ന് പറഞ്ഞ അംബാസഡർ ടാക്സിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഇവർ 3 പേരും കൂടെ പോയി. അവിടെ നിന്നും ഈതർ ഒപ്പിച്ചു. ഒരു വിഷദ്രാവകമാണ് ഈതർ. ഒരു മൃതദേഹം വിലക്കെടുക്കാൻ ഒപ്പിക്കാൻ ഒക്കുമോ എന്നുള്ളൊരു ശ്രമവും അവർ നടത്തി നോക്കി. ആരും കൊല്ലണ്ടല്ലോ, ഒരു മൃതദേഹം വിലക്ക് കിട്ടിയാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 1984 ജനുവരി 21 കൃത്യം നടത്താൻ അവർ പ്ലാൻ ചെയ്തു. ചാവക്കാട്ട് നിന്ന് ഷാഹുൽ ചെങ്ങന്നൂരിലെത്തി. ഭാസ്കരപിള്ളയും പൊന്നപ്പനും ഷാഹുലിനെ കാത്ത് ചെങ്ങന്നൂരുള്ള നവരത്ന ഹോട്ടലിൽ വെയിറ്റ് ചെയ്തു. കരുവാറ്റ ആലപ്പുഴ പോകുമ്പോൾ നമ്മൾ കാണണമല്ലോ, ചെറിയ കൽപ്പകവാടി, നമ്മുടെ തിരക്കഥാകൃത്ത് കൽപ്പകവാടിയുടെ അച്ഛൻ്റെ കൽപ്പകവാടി ഇൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ രാത്രി 8 മണിക്ക് സുകുമാരക്കുറുപ്പ് ഈ 3 പേരെയും കണ്ടു. ഭാസ്കരപിള്ള അടക്കമുള്ള 3 പേരെയും കണ്ടു. രാത്രി 10 മണിയായപ്പോൾ 4 പേർ സംഘം 2 അംബാസഡർ കാറുകളിലായി കറങ്ങി. സുകുമാരക്കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാൾ മുന്നിൽ വന്ന് പെട്ടാൽ നമ്മുടെ പ്ലാൻ വിജയിക്കുമെന്ന് അവർ തീരുമാനിച്ചു. ദേശീയപാതയിലൂടെ ഓച്ചിറ വരെ 2 കാറുകളിൽ സഞ്ചരിച്ചു. നിരാശയായിരുന്നു ഫലം. തിരികെ വരുമ്പോൾ കരുവാറ്റ TB ജംഗ്ഷനിൽ നിന്ന് ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് കൈനീട്ടി. പാവം, ആലോചിച്ച് നോക്കി. ഞാൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം ഒരിക്കലും കരുതി കാണില്ല ചാക്കോ. അത് ഹതഭാഗ്യവാനായ ചാക്കോ ആയിരുന്നു. KLY 5959 എന്ന കാറിൽ അവർ ചാക്കോയെ കയറ്റി. ബുദ്ധിപൂർവ്വം കാറിൻ്റെ പുറകിൽ ഇരുന്ന 2 പേരുടെ നടുവിലാണ് ചാക്കോയെ ഇരുത്തിയത്. കുശലങ്ങൾക്കിടയിൽ ഈതർ കലർത്തിയ ബ്രാൻഡി ചാക്കോയ്ക്ക് നീട്ടി. താൻ മദ്യപിക്കില്ല എന്ന് ചാക്കോ. കമ്പനിക്ക് അല്പം കഴിക്കണമെന്ന് സഹയാത്രികർ. നാളെ ഒരു നേർച്ചയ്ക്കായി അർത്തുങ്കൽ പള്ളിയിൽ പോകണം ഭാര്യയുമായിട്ട്. ഭാര്യ ഗർഭിണിയാണ്, 6 മാസം ഗർഭിണിയാണ്, ശാന്തമ്മ. തനിക്ക് വേണ്ട എന്ന് വീണ്ടും ചാക്കോ പറഞ്ഞു. നിർബന്ധിച്ച് ചാക്കോയുടെ വായിലേക്ക് വിഷകലർന്ന ബ്രാൻഡി ഒഴിച്ചു കൊടുത്തു. കുഴഞ്ഞു മറിഞ്ഞ ചാക്കോയെ കയ്യിൽ കരുതിയിരുന്ന ടവൽ ഉപയോഗിച്ച് വായു മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. ചെറിയനായിട്ടുള്ള കുറുപ്പിൻ്റെ സ്മിതാ ഭവനിൽ ചേതനയേറ്റ ചാക്കോയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നു. ബാത്റൂമിൽ കൊണ്ടുവന്ന് ആദ്യം ഒളിപ്പിച്ചു. മൃതദേഹത്തിൽ കുറുപ്പിൻ്റെ ഷർട്ടും ലുങ്കിയും ധരിപ്പിച്ചു. മാവേലിക്കര ചെങ്ങന്നൂർ റോഡെ ചാക്കോയുമായി 2 അംബാസഡർ കാറുകൾ പാഞ്ഞു. കൊല്ലകടവ്, എനിക്ക് കൊല്ലകടവെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് വെണ്ടർ ഡാനിയൽ പ്രൊഡ്യൂസ് ചെയ്ത അഹമ്മദ് കയുടെ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അഹമ്മദ് അണ്ണൻ്റെ നാട് കൊല്ലകടവാണ്.
കൊല്ലകടവിന് സമീപം കുന്നും വയലിൻ്റെ, ഈ കുന്നും വയലിനെ ഇപ്പോൾ അറിയുന്നത് ചാക്കോ പാടമെന്നാണ്. കാരണം ചാക്കോയെ കൊണ്ടുവന്ന് കൊന്ന സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ കുന്നും വയൽ എന്നുള്ള പേര് മറന്നുപോയി. എല്ലാവരും ഇപ്പോൾ ചാക്കോ പാടം എന്നാണ് പറയുന്നത്. അടുത്തെത്തിയപ്പോൾ ഈ 2 കാറുകൾ നിന്നു. KLY 7831 നമ്പറുള്ള കാറിൽ കുറുപ്പിൻ്റെ അംബാസഡർ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ചാക്കോയെ തൂക്കിയെടുത്തിരുത്തി. മരിച്ച ഡെഡ് ബോഡിയെ എടുത്ത് ആ കാറിലിരുത്തി, കുറുപ്പിൻ്റെ സ്വന്തം കാറിൽ. കാറിൻ്റെ അകത്തും പുറത്തും എല്ലാം പെട്രോൾ ഒഴിച്ചു. കാറിനെ വയലിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് പെട്രോൾ ടാങ്കിൽ തന്നെ തീ കൊടുത്തു. കാറിനകത്തും പുറത്തും പെട്രോൾ ഒഴിച്ചിരുന്നതിനാൽ ആളിപ്പടർന്നു തീ. സമയം അപ്പോൾ പുലർച്ചെ 3 മണി കഴിഞ്ഞു. ക്രൂരമായ ചെയ്തികൾ വിജയകരമായി പൂർത്തിയാക്കി KLY 5959 കാറിൽ 4 സംഘം മടങ്ങി. കാർ നിന്ന് കത്തുന്ന വിവരം ട്രാവൻകൂർ വർക്സിലെ, അവിടെ ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു വർക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ഒരു കമ്പനിയുണ്ട്. അവിടുത്തെ രാധാകൃഷ്ണൻ ആശാരി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വേഗം തന്നെ സ്പോട്ടിലെത്തി. ചെങ്ങന്നൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് DYSP PM ഹരിദാസാണ്. അദ്ദേഹം രാവിലെ 5:30 സ്പോട്ടിലെത്തി. കാർ മറിച്ച്, കാർ കത്തിച്ച് കടക്കുന്നതിനിടയിൽ കാർ കത്തിച്ചല്ലോ, അത് എന്നിട്ട് കാറിനെ മറിച്ചു. എന്നിട്ട് കടക്കുന്നതിനിടയിൽ 4 സംഘം, അത് ഏത് കേസിലും എന്തെങ്കിലുമൊക്കെ തുമ്പ് വിധി സൂക്ഷിച്ചു വയ്ക്കുമെന്ന് പറയാറുണ്ട്. അവന്മാർ കാറിനെ കത്തിച്ച് കാറിനെ വയലിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്നതിനിടയിൽ നിർണായകമായ ചില തെളിവുകൾ സ്പോട്ടിൽ അറിയാതെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു തീപ്പെട്ടിക്കൂട്, റബ്ബർ സ്ലിപ്പർ ചെരുപ്പ്, കയ്യിൽ ധരിച്ചിരുന്ന 2 ഗ്ലൗസുകളിൽ 1 ഗ്ലൗസ്, ഇത്രയും ഓടിപ്പിടിച്ച് ചെയ്യുന്നതിനിടയിൽ കൈമോശം വന്നിരിക്കുക അവർക്ക്. അവർ ഓർത്തില്ല ഇത്രയും സാധനങ്ങൾ പോലീസിന് അവിടെ നിന്ന് കിട്ടി. ഒരു തീപ്പെട്ടിക്കൂട്, ഒരു സ്ലിപ്പർ ചെരുപ്പ്, 1 ഗ്ലൗസ്, ഇത്രയുമാണ് അവർക്ക് കിട്ടിയത്. ഇത്രയും കിട്ടിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് അപകടമല്ല, കൊലപാതകമാണ് എന്ന്. അതുകൊണ്ടാണല്ലോ ഗ്ലൗസൊക്കെ വരുന്നത്. ജില്ലാ പോലീസ് മേധാവി രാമചന്ദ്രൻ അന്വേഷണത്തിന് നേതൃത്വം നൽകി. ചെങ്ങന്നൂർ DSP PM ഹരിദാസ്, SI ക്രിസ്റ്റി ബാസ്റ്റ്യൻ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. തുടക്കത്തിൽ തന്നെ അപകട സ്ഥലത്ത് നിന്ന് കിട്ടിയ കയ്യുറ, തീപ്പെട്ടി, സ്ലീപ്പർ ചെരുപ്പ് എന്നിവ ഇതൊരു ആക്സിഡൻ്റ് അല്ല, കൊലപാതകമാണ് എന്ന നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടെത്തിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറായ ഡോക്ടർ B ഉമാദത്തൻ, കേരളത്തിലെ നിർണായകമായ ഒരുപാട് കേസുകൾ തെളിയിച്ച ബുദ്ധിരാക്ഷസനായ ഫോറൻസിക് സർജനാണ് ഡോക്ടർ ഉമാദത്തൻ. വിദഗ്ധമായ പരിശോധന അദ്ദേഹം നടത്തി. കാറിനകത്ത് കത്തിയമർന്ന മൃതദേഹം കൊന്ന ശേഷമാണ് കത്തിച്ചതെന്ന് ഒരു ഇതുമില്ലാതെ തെളിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വിട്ടുകൊടുത്തു. ഞാൻ കൊന്നതാണ് കുറുപ്പിനെ എന്ന് ഭാസ്കരപിള്ള തറപ്പിച്ച് പറഞ്ഞു. അത് കുറുപ്പ് തന്നെയാണ് മരിച്ചത്, ഞാനാണ് കൊന്നത് എന്ന് ഭാസ്കരപിള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് തറപ്പിച്ച് പറഞ്ഞു. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തില്ല. ഡ്രസ്സുകൾ, പ്രത്യേകിച്ചും ഈ ചാക്കോ ധരിച്ചിരുന്ന അടിവസ്ത്രം, കയ്യിലുണ്ടായിരുന്ന ഒരു മോതിരം മുതലായവ തെളിവുകളായി അവർ കണ്ടെത്തുകയും ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയെ പോലീസ് കാണിച്ച് ചാക്കോയുടേതാണെന്ന് എന്ന് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കുറുപ്പ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്ന ദിവസം, അതേ ദിവസം അതേ സ്ഥലത്ത് അതേ സമയത്ത് ചാക്കോയെ കാണാതായതും കുറുപ്പിന് വിനയായി എന്ന് പറയാം. 2 കേസും ഒന്നിച്ചന്വേഷിക്കാൻ തീരുമാനമായപ്പോൾ കാറിൽ നിന്ന് കിട്ടിയ മൃതദേഹത്തിൻ്റെ അടിവസ്ത്രവും മോതിരവും കത്തിക്കരിഞ്ഞ ബാഗുമൊക്കെ കുറുപ്പിൻ്റേതല്ല എന്നത് വഴിത്തിരിവായി മാറി. കുറുപ്പിൻ്റെ പിയൂണായിരുന്ന ചാവക്കാടുകാരൻ ഷാഹുൽ ഹമീദിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അയാളെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് സാക്ഷിയായി മാറിയതും കേസ് പെട്ടെന്ന് തെളിയിക്കാനായി. നല്ല ഇടി കൊടുത്തപ്പം ഷാഹുൽ ഹമീദ് മാപ്പ് സാക്ഷിയായി, എല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഭാസ്കരപിള്ള മടക്കി വയ്ക്കാത്ത ഫുൾ കൈ ഷർട്ട് ഇട്ടിട്ടാണ് നടന്നതും. എപ്പോഴും നോക്കിയാൽ അയാൾ ഫുൾ കൈ ഷർട്ട് ഇട്ടിരിക്കുന്നു. അതും ഒരു സംശയം ജനിപ്പിച്ചു. പോലീസല്ലേ അവരന്വേഷിച്ചപ്പോൾ മുൻപ് ഭാസ്കരപിള്ള ഫുൾ കൈ ഷർട്ട് ഇട്ട് നടക്കുന്ന ആളല്ലായിരുന്നു എന്ന് കണ്ടെത്തി. ഭാസ്കരപിള്ളയോട് പറഞ്ഞു ഷർട്ട് അഴിക്കുക എന്ന് പറഞ്ഞു. അയാൾ മനസ്സോടെ ഷർട്ട് അഴിച്ചപ്പോഴാണ് അറിയുന്നത് അയാളുടെ ഒരു കയ്യിൽ മൊത്തം പൊള്ളലുണ്ട്.
ഈ പെട്രോൾ എന്തോ എടുത്തൊഴിച്ച് കത്തിക്കുന്നതിനിടയിൽ എന്തോ പറ്റിയതാണ്. പൊള്ളിയതിൻ്റെ കാരണം കൃത്യമായി അദ്ദേഹത്തിന് പറയേണ്ടിയും വന്നു ഭാസ്കരപിള്ളയ്ക്ക്. പക്ഷേ ഒന്നാം പ്രതി കുറുപ്പ് എവിടെ എന്നുള്ളതാണ് പോലീസിനെ ഉത്തരം മുട്ടിച്ചത്. ഒടുവിൽ കോടതി സുകുമാരക്കുറുപ്പിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ആലപ്പുഴ ചെറിയനാട് സുകുമാരക്കുറുപ്പ് 1946 ജനനം. പ്രീ ഡിഗ്രിക്ക് തോറ്റു. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പോയി. ബോംബെയിലായിരുന്നു പിന്നെ കുറേ കാലം ജീവിതം. നേഴ്സായ സരസമ്മയെ ബോംബെയിൽ വെച്ച് മാട്ടുങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രശസ്തമായ ശ്രീറാം മന്ദിറിൽ വെച്ച് വിവാഹം കഴിച്ചു. 1980 സുകുമാരക്കുറുപ്പ് ഗൾഫിലേക്ക് പോയി, അബുദാബിക്ക്. 1984 വന്ദനം എന്ന പേരിൽ വീട് പണി ചെറിയനാട്ട് തുടങ്ങി. ഇന്നും ആ വീട് അനാഥമായി നിൽക്കുന്നു, പൂർത്തിയാകാതെ. ഈ അടുത്ത കാലത്ത് എനിക്ക് അനിൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു അനിയനെ പോലെ. ഞാൻ അനിൽ ചെങ്ങന്നൂരിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചുടുകട്ട കെട്ടി പ്രേതാലയം പോലെ ഭാർഗവി നിലയം പോലെ നിൽക്കുന്ന ഒരു വീട് കാണിച്ചു തന്നിട്ട് കാർ സ്ലോ ചെയ്ത് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ ഈ വീട് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതാണ് സുകുമാരക്കുറുപ്പ് പൂർത്തിയാകാതെ ഇട്ടിട്ട് പോയ വീട്. ഇപ്പോൾ ആ പൂർത്തിയാകാതെ പൂശാതെ പണിയൊന്നും ചെയ്യാതെ ഇട്ടിരിക്കുന്ന ആ വീട് പഞ്ചായത്ത് ശേഖരിക്കുന്ന വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഗോഡൗണായി മാറ്റിയിരിക്കുന്നു. ആലോചിച്ച് നോക്കിയാൽ ഒരു വലിയ 2 നില കെട്ടിടം പൂർത്തിയായില്ല. വെസ്റ്റേൺ സിനിമകൾ കാണുകയാണ് സുകുമാരക്കുറുപ്പിൻ്റെ പ്രധാന ഹോബി. അതുപോലെ തന്നെ വെസ്റ്റേൺ ക്രൈം നോവലുകൾ വായിക്കലും. അപ്പോൾ അയാളൊരു ബോൺ ക്രിമിനലാണെന്ന് വേണമെങ്കിൽ പറയാം. 1983 ഒക്ടോബർ മാസത്തിൽ 30 ലക്ഷത്തിൻ്റെ LIC പോളിസി, ലൈഫ് ഇൻഷുറൻസിൻ്റെ പോളിസി അബുദാബിയിലെടുത്തു. അബുദാബി മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിലെ പ്യൂണായിരുന്നു ഷാഹുൽ ഹമീദ് എന്ന ചാവക്കാട്ടുകാരനെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശി സുകുമാരക്കുറുപ്പ് പണത്തോടുള്ള അത്യാർത്തിയിൽ കണ്ടെത്തിയ സൂത്രപ്പണിയായിരുന്നു ഒരാളിനെ, ഒരു ഡൂപ്പിനെ കണ്ടെത്തി കത്തിച്ച് തൻ്റെ കാറിലിട്ട് കത്തിച്ചിട്ട് അത് ഞാനാണ് ചത്തതെന്ന് പറഞ്ഞ് LICയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഷുറൻസിൽ നിന്ന് പൈസ വാങ്ങാം എന്ന് തീരുമാനിച്ചത്. 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരാൾ സ്വന്തം കാറിൽ കത്തിയമർന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആലോചിച്ച് സുകുമാരക്കുറുപ്പ് ചത്തുനിന്ന് സുകുമാരക്കുറുപ്പ് തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് കൊടുത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കാശടിക്കുക. താൻ ചത്ത് മീൻ പിടിച്ചാൽ മീൻ ആര് തിന്നുമെന്ന് കുറുപ്പ് ചിന്തിച്ചതേയില്ല. കുറുപ്പ് അപകടത്തിൽ ചത്താൽ തുക നോമിനിയായ ഭാര്യയ്ക്കായിരിക്കും കിട്ടുന്നത്. ഭാര്യയ്ക്ക് ആ കാശ് കിട്ടുന്നതോടെ സുകുമാരക്കുറുപ്പ് അതൊരിക്കലും ആലോചിച്ച് കാണില്ല. താൻ ചെങ്ങന്നൂരിലല്ല, കേരളത്തിൽ നിന്ന് എന്നല്ല, ഇന്ത്യയിൽ തന്നെ നിൽക്കാതെ അപ്രത്യക്ഷനാകേണ്ടി വരുമെന്നൊന്നും ആ ക്രിമിനൽ ചിന്താഗതിക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഭാര്യയ്ക്ക് 30 ലക്ഷം രൂപ കിട്ടിയിട്ട് ഭാര്യയോടൊപ്പം ജീവിക്കാവുമല്ലോ, അതൊന്നും അയാൾ ആലോചിച്ച് കാണില്ല. ഒരു മൃതദേഹം സ്വകാര്യമായി കിട്ടാൻ എളുപ്പമല്ല. പിന്നെ എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ ഒരാളെ കൊല്ലാം വളരെ ഈസിയായിട്ട് അയാൾ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് ഒരാളെ കൊല്ലാനും താൻ പ്ലാൻ ചെയ്ത പോലൊക്കെ തൻ്റെ ഡ്രസ്സ് ഇടിക്കാനും കാറിൽ ഡ്രൈവറുടെ സീറ്റിൽ കയറ്റിയിരുത്താനും ഒന്നും ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. കൂടെ കൂടുന്നവർ എന്ന് വേണമെങ്കിലും ചതിക്കാം, ഒറ്റുകൊടുക്കാം, മാപ്പ് സാക്ഷിയാവാം. ഇതൊന്നും തനമോഹിയായ കുറുപ്പ് ചിന്തിച്ചതേയില്ല. ഒരിക്കലും ഇൻഷുറൻസ് തുക ലഭിക്കാനായി സ്വയം കത്തിയമർന്ന് മരിച്ചു എന്ന വ്യാജ തെളിവുണ്ടാക്കാനായി ഒരു നിരപരാധിയുടെ ജീവനോടെ കൊണ്ടുപോയി കത്തിച്ച് വ്യാജ തെളിവുണ്ടാക്കുന്ന ക്രിമിനൽ മൈൻഡ് കേരളത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാകുമെന്ന് അന്നുവരെ ആരും ചിന്തിച്ചിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നാട്ടിൽ വല്ലപ്പോഴും കാണുന്ന സൗമ്യനും മാന്യനും ആയ ഇമേജുള്ള ആളായിരുന്നു സുകുമാരക്കുറുപ്പ്. പക്ഷേ പക്ക ക്രിമിനലായിരുന്നു എന്നതും 30 ലക്ഷത്തിന് വേണ്ടി സ്വയം മരിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായി എന്തും ചെയ്യുമെന്ന് കൊച്ചു കേരളത്തിൽ ആരും ചിന്തിച്ചതല്ല. നക്കാപ്പിച്ചകാശനായി ഇത്തരം മനോവൈകല്യമുള്ള മനസ്സുള്ള ഒരാളോടൊപ്പം കൂടാൻ ആളെ കിട്ടുമെന്നോ അതുവരെ മലയാളി ചിന്തിച്ചിരിക്കാൻ ഇടയില്ല. അബുദാബിയിൽ ജോലിയുള്ള ചെറിയനാട് സ്വദേശി സുകുമാരക്കുറുപ്പാണ് മരിച്ചതെന്ന് പോലീസ് ആദ്യം നിഗമനത്തിലെത്തി. കാരണം കാറിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ അയാളുടെ ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. എന്നാൽ മിടുക്കന്മാരായ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില കണ്ണികൾ ചേരുന്നില്ല എന്ന് സംശയം വന്നു. അതിലൊന്ന്, മരിച്ച സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗ്രഹനാഥൻ മരിച്ച ഒരു മൂടല്ല ആ വീട്ടിൽ. മീനോ ഇറച്ചിയോ വയ്ക്കുന്നതിൻ്റെ രൂക്ഷമായ മണം പുറത്തേക്ക് വരുന്നു. വീട്ടിലുള്ളവർക്ക് വേണ്ടപ്പെട്ട ആരോ മരിച്ചതിൻ്റെ ഒരു ലാഞ്ചനയില്ല. കാരണം അവരുടെ ആരും അല്ലല്ലോ മരിച്ചത്, അവർക്കറിയാമല്ലോ. പോലീസ് അത് കൃത്യമായിട്ട് കണ്ടെത്തി.
ചാക്കോയെ കാണാതായ ശനിയാഴ്ചയും കുറുപ്പ് കാറിൽ കത്തിയമർന്ന ശനിയാഴ്ചയും ബസ് കാത്ത് ചാക്കോ നിന്ന TB ജംഗ്ഷനിലെ ചായക്കടക്കാരൻ്റെ മൊഴിയിലെ സമയവും എല്ലാം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഹരിച്ചും ഗുണിച്ചും കൂട്ടിയും കുറച്ചും ഒക്കെ നോക്കിയപ്പോൾ കുറുപ്പാകില്ല, ചാക്കോയാകും കുറുപ്പിൻ്റെ കാറിൽ കത്തി അമർന്നത് എന്ന നിഗമനത്തിലെത്താനായി. കുറുപ്പിൻ്റെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ ചാക്കോ എങ്ങനെ എത്തി? ചാക്കോയാണ് മരിച്ചതെങ്കിൽ സുകുമാരക്കുറുപ്പ് എവിടെ? കുറുപ്പിനെ ചാക്കോയ്ക്ക് മുമ്പ് പരിചയമുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥർ തല പുകച്ചാലോചിച്ചു. ആലപ്പുഴ തത്തമ്പള്ളി കരകളം വാർഡിലെ ആലപ്പാട്ട് കണ്ടത്തിൽ വീട്ടിലെ ചുവരിൽ ചിരിക്കുന്ന ചാക്കോ നിശ്ചലമായി ഇരുന്ന് ചിരിക്കുന്നൊരു ചിത്രം ഇപ്പോഴും അവർ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. 40 വർഷം മുമ്പത്തെ സ്റ്റൈലിലുള്ള ഇടതൂർന്ന മുടി ധാരാളമായി വളർത്തിയ ചാക്കോയുടെ നിശ്ചല ചിത്രത്തിൽ ചാക്കോയുടെ ഭാര്യ ശാന്തമ്മയും മകൻ ജിതിനും നോക്കുമ്പോഴൊക്കെ മനസ്സിലൊരു ചോദ്യം ഉയരുമായിരിക്കാം. എന്തിനാണ് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ക്രൂരമായി കൊന്നത് എന്നായിരിക്കും ശാന്തമ്മ ഓരോ ദിവസവും ആലോചിക്കുന്നത്. എൻ്റെ മുഖമൊന്ന് കാണാൻ പോലും സമ്മതിക്കാതെ എന്തിനെൻ്റെ അച്ഛനെ കൊന്നു എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മകൻ ജിതിൻ ആലോചിക്കുന്നത്. കാരണം ശാന്തമ്മ 6 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ചാക്കോ കൊല്ലപ്പെടുന്നത്. വിജയ മൂവ്സ് പ്രശസ്തമായ നിർമ്മാണ കമ്പനിയായിരുന്നു കേരളത്തിൽ വിജയ മൂവ്സ്. ആ വിജയ മൂവ്സിലെ ബാബു സേവ്യറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ഷീലാമ്മയുടെ 2ാം ഭർത്താവ്. ആ ബാബു സേവ്യറും മുനോദ് എന്ന് പറഞ്ഞ ഒരു വലിയ മാർവാടിയും കൂടി രൂപം കൊടുത്ത ഒരു വിതരണ കമ്പനിയായിരുന്നു മുനോദ് വിജയ. ആ വിതരണ കമ്പനിയിലെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ചാക്കോ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വണ്ടി കാത്തു നിന്ന ചാക്കോയെ പ്രവാസിയായ സുകുമാരക്കുറുപ്പും മറ്റ് 3 പേരും കൂടി ചേർന്ന് ക്രൂരമായി കാറിലിട്ട് കൊന്ന് വയലിലേക്ക് കാർ തള്ളിയിട്ട് പെട്രോൾ ടാങ്കിന് തീ കൊടുത്ത് നിഷ്ഠൂരമായി ആണല്ലോ കൊന്നുകളഞ്ഞത്. സംഭവം നടന്നത് പാതിരാത്രി കഴിഞ്ഞ് ആയതിനാലും സംഭവം കണ്ട ദൃക്സാക്ഷികൾ ഇല്ലായിരുന്നതിനാലും കാറിനകത്തുണ്ടായിരുന്ന കത്തിക്കരിഞ്ഞ മൃതദേഹമായിട്ടും പ്രതികൾ 4 പേർ 3 ജില്ലക്കാർ ആയിരുന്നിട്ടും പോലീസിൻ്റെ കർമ്മകുശലതയിൽ പിടിക്കപ്പെട്ടുവെങ്കിലും 1ാം പ്രതിയായ കുറുപ്പിനെ പിടികൂടാൻ ശുഷ്കാന്തി കാണിച്ചില്ല സർക്കാർ എന്നാണ് അന്നും ഇന്നും മലയാളി വിചാരിക്കുന്നത്. 10 മക്കളിൽ 3ാമനായിരുന്നു ചാക്കോ തങ്കച്ചൻ. 10 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ശാന്തമ്മയും വന്നത്. 6 മാസം മോനെ ഗർഭിണിയായിരിക്കുമ്പോഴായിരുന്നു ചാക്കോയെ കൊന്നത്. അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ ആഘോഷമാണ്. നമുക്ക് പോകാം, കുഞ്ഞിന് വേണ്ടി നേർച്ചയിടാം. അതുപോലെ തന്നെ ചേർത്തല അർബൻ ബാങ്കിൽ ചാക്കോയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിനും വരാനുണ്ട്, അതിലും പങ്കെടുക്കാം. അതിനെല്ലാം കൂടി ചേർത്ത് ലീവ് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ചാക്കോ ജോലിക്ക് പോയത്. ശനിയാഴ്ച വരുമെന്നാണ് പറഞ്ഞത്, പക്ഷെ വന്നില്ല. ചാക്കോയുടെ ഞായറാഴ്ച എത്തും എന്ന് ശാന്തമ്മ വിചാരിച്ചു. പക്ഷേ ശാന്തമ്മ വിചാരിച്ചതല്ലാതെ അത് നടന്നില്ല, ഞായറാഴ്ചയും വന്നില്ല. ചാക്കോയുടെ ജ്യേഷ്ഠനോട് ശാന്തമ്മ ഈ കാര്യം പറഞ്ഞു. അച്ചായൻ ശനിയാഴ്ച വരുമെന്നാണ് പറഞ്ഞത്, അർത്തുങ്കൽ പള്ളിയിൽ ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അർബൻ ബാങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലും പങ്കെടുക്കണം, പക്ഷേ വരാമെന്ന് പറഞ്ഞ ആൾ ശനിയാഴ്ചയും വന്നില്ല ഞായറാഴ്ചയും വന്നില്ല എന്ന് ചാക്കോയുടെ ജ്യേഷ്ഠനോട് പറഞ്ഞു. അയാളുടെ അനുജനോട് പറഞ്ഞു, ഒന്ന് അവിടം വരെ പോയി നീ ഒന്ന് അന്വേഷിക്കും എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പെട്ടിയും ഒക്കെയായി ചാക്കോ സെക്കൻഡ് ഷോ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുന്നത് തിയേറ്ററിനടുത്തുള്ള ചായക്കടക്കാരൻ കണ്ടിരുന്നു. തിയേറ്ററിൽ മുനോദ് വിജയ വിതരണം ചെയ്യുന്ന ഒരു മുഖം പലമുഖം എന്ന് പറഞ്ഞ PK ജോസഫിൻ്റെ പടമാണ് അപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ചാക്കോ റെപ്രസെൻറ്റ് ചെയ്യാൻ പോയത് ഒരു മുഖം പലമുഖം എന്ന് പറഞ്ഞ ഈ സംഭവമായിട്ട് ആലോചിച്ചാലും ശരിയാണ്. ഒരു മുഖം പലമുഖം. മമ്മൂട്ടി, രതീഷ്, മോഹൻലാൽ, ശ്രീവിദ്യ ഒക്കെയുള്ള പടമായതിനാൽ നല്ല തിരക്കുണ്ട്. ഉത്സവ സീസൺ കൂടിയായതിനാൽ അതിൻ്റെ തിരക്കും പടം കാണാൻ ആളുണ്ട്. മാൻ മിസ്സിങ് കേസെടുത്തു. ഗൾഫ് സുകുമാരൻ എന്ന് കുറുപ്പിൻ്റെ രൂപസാദൃശ്യം ചാക്കോയിൽ കണ്ടതാണ് വിനയായത്. വയലിലൊരു കാർ അഗ്നിഗോളം ആകുന്നത് സമീപത്തെ ട്രാവൻകൂർ വർക്ക്സ് ലിമിറ്റഡിലെ സെക്യൂരിറ്റിക്കാരൻ കണ്ടു. അയാളാണ് ഓഫീസ് ഫോണിൽ നിന്ന് പോലീസിനെ വിളിച്ച് ഈ കാർ കത്തുന്ന വിവരം പറഞ്ഞത്. മടങ്ങി വരാതെയുള്ള ചാക്കോയുടെ യാത്ര വലിയ ദുരന്തങ്ങളിലേക്ക് ആ വീടിനെ തള്ളിയിട്ടു. ശാന്തമ്മയുടെ അപ്പൻ മൈക്കിള് സ്റ്റേഷനറി കട നടത്തി ജീവിക്കുന്ന ആളായിരുന്നു. മരുമകൻ്റെ ദാരുണമായ വിയോഗം അറിഞ്ഞ് മൈക്കിൾ ഹൃദയം പൊട്ടി മരിച്ചു. ഭാര്യയുടെ അച്ഛൻ, ശാന്തമ്മയുടെ അച്ഛൻ മരിച്ചു. കാരണം 6 മാസം ഗർഭിണിയും കൂടെയാണ്. ആലോചിച്ച് നോക്കി,
ഇനി എൻ്റെ മകൾക്ക് ആരുണ്ട് എന്നുള്ള ചിന്തയായിരിക്കും ആ മനുഷ്യന് അറ്റാക്കിൻ്റെ രൂപത്തിൽ ഹൃദയം പൊട്ടി മരിച്ചത്. തൻ്റെ മകൻ ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് ചാക്കോയുടെ അമ്മയുടെ സംസാരശേഷി നഷ്ടമായി. ചാക്കോയുടെ വിയോഗം 2 വീടുകളിലും ദുരന്തങ്ങൾ വേട്ടയാടുന്ന അവസ്ഥയിലായി. സുകുമാരക്കുറുപ്പ് മറ്റ് 3 പേരെയും കൂട്ടി കൊന്നു കത്തിച്ചളഞ്ഞ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയുടെ മകനാണ് ജിതിൻ ചാക്കോ. എന്ത് പക്വതയോടെ സംസാരിക്കുന്ന പയ്യനെന്നറിയോ. ക്ലാവ് പിടിച്ച നെറ്റിപ്പട്ടം പോലെ ആൾക്കാർ ജിതിന് ചാർത്തി കൊടുത്ത വിശേഷണമാണ് ഇത്. മറ്റേ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോ ഇല്ലേ, സുകുമാരക്കുറുപ്പ് ഒന്ന് ചാക്കോയുടെ മോനാണ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ജിതിന് കിട്ടി. ഒരു ദിശയിലവുമില്ലാത്ത പഞ്ചപാവമായിരുന്നു ചാക്കോ എന്ന എൻ്റെ അച്ഛൻ എന്നാണ് ജിതിൻ പറയാറ്. എൻ്റെ അച്ഛനെ ഇങ്ങനെ കൊന്നു? അമ്മയോടും കുട്ടിക്കാലത്ത് ഈ ചോദ്യം ജിതിൻ ചോദിച്ചിരിക്കാം. അമ്മ, ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ എന്തിനാ യവന്മാർ കൊന്നത് എന്ന് ചോദിച്ചിരിക്കാം. 40 വർഷം പിന്നിടുന്നു ജിതിൻ്റെ അച്ഛൻ കൊല ചെയ്യപ്പെട്ടിട്ട്. ചാക്കോയുടെ രക്തത്തിൽ ജന്മം കൊണ്ട ജിതിൻ ജനിക്കും മുമ്പ് വിട പറഞ്ഞ അച്ഛൻ. തനിക്ക് ജന്മം തന്ന അച്ഛനെ ഒരിക്കലും ജീവനോടെ കാണാനാകാതെ പോയ ഹതഭാഗ്യനായ മകനാണ് ജിതിൻ. താൻ ജന്മം നൽകിയ മകനെ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സമ്മതിക്കാതെ ദ്രോഹികൾ ക്രൂരമായി കൊന്ന് കത്തിച്ച അച്ഛൻ. തൻ്റെ വയറ്റിലുള്ളിരുന്ന കുഞ്ഞിനെയും തന്നെയും തനിച്ചാക്കി പോയ ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് മറക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയും. ദുൽഖറിനെ നായകനാക്കി, ദുൽഖർ തന്നെ നിർമ്മിച്ച് ദുൽഖറിനെ നായകനാക്കി ആദ്യ സിനിമ ചെയ്ത ശ്രീനാഥ് രാജേന്ദ്രൻ ഈ സിനിമ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു. 2021 നവംബർ 12-നാണ് കുറുപ്പ് റിലീസ് ചെയ്തത്. തൻ്റെ അച്ഛനെ കൊന്ന മനുഷ്യനെ ഗ്ലോറിഫൈ ചെയ്ത് നിർമ്മിക്കുന്ന സിനിമയാണോ എന്ന് ജിതിനും അമ്മയും ന്യായമായും സംശയിച്ചു. ന്യായമായും സംശയിക്കാം. കാരണം ദുൽഖറിനെ പോലെ ഒരാൾ നിർമ്മിച്ച് പ്രധാന വേഷം ചെയ്യുമ്പോൾ സുകുമാരക്കുറുപ്പിനെ വില്ലനായിട്ട് ചിത്രീകരിക്കില്ലല്ലോ. അപ്പോൾ അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്നതാണോ എന്ന് ന്യായമായും സംശയിക്കാം. കുറുപ്പ് എന്ന പേരിൽ ഒരു സിനിമയുണ്ടാകുന്നു എന്ന വാർത്ത പുറത്തു വരും വരെ ബോധപൂർവം ആ അമ്മയും മകനും മനസ്സിൻ്റെ കോണിൽ പുതപ്പിച്ച മറവിയുടെ പുതപ്പിനെ കുറുപ്പ് സിനിമ പിന്നെയും വലിച്ചു മാറ്റിയിട്ടു എന്ന് പറയാം. അവർ മറന്നു തുടങ്ങിയതാണ്. മറന്നു തുടങ്ങിയെന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് കളഞ്ഞു എന്നല്ല, ഒരിക്കലും തിരിച്ചു വരാതെ പോയ അച്ഛനല്ലേ എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ ഏതൊരു കോണിൽ അത് പതുങ്ങി കിടക്കുകയായിരുന്നു. ആ പുതപ്പിനെയാണ് വലിച്ചു മാറ്റിയത് കുറുപ്പ് എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഇട്ട സിനിമ. കുറുപ്പ് എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നപ്പോൾ മറന്നു തുടങ്ങിയ ചാക്കോയുടെ ദാരുണാന്ത്യം വീണ്ടും ശ്രദ്ധ നേടി. കേരളത്തിൽ നടന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് കുറുപ്പെന്ന് നിർമ്മാതാവും നായകനുമായ ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞപ്പോഴാണ് ശാന്തമ്മയും ജിതിനും കൂടുതൽ വിഷമം അനുഭവിച്ചത്. ഇതൊരു സങ്കല്പ കഥയാണ് എന്നൊന്നുമല്ല പറഞ്ഞു. ഇത് കേരളത്തിൽ നടന്ന ഒരു കഥയാണ് ഞങ്ങൾ സിനിമയാക്കുന്നതെന്ന് ദുൽഖർ തന്നെ പറഞ്ഞു. അഡ്വക്കേറ്റ് സുധീഷ് വഴി അവർ ദുൽഖറിന് നോട്ടീസ് അയച്ചു. നോട്ടീസ് കിട്ടിയതുடன் തന്നെ സംവിധായകൻ ശ്രീനാഥ് വിളിച്ചു. അയാൾ നന്നായിട്ട് സംസാരിച്ചു എന്നാണ് ജിതിൻ പറയുന്നത്. ദുൽഖർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടു. ഒരിക്കലും കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല എന്ന് ദുൽഖർ ഉറപ്പ് കൊടുത്തു. ചിത്രം തിയേറ്ററിലെത്തുന്നതിന് മുമ്പ് ജിതിൻ അടക്കമുള്ളവരെ കാണിച്ചു. പക്ഷേ ശാന്തമ്മ ആ സിനിമ കാണാൻ പോയില്ല. കാരണം അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നത്? അവർക്കതിന് കഴിയില്ല. അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലുന്ന സീൻ വന്നപ്പോൾ ജിതിൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചാക്കോയുടെ കുടുംബത്തിനോ അപകീർത്തികരമായ കാര്യങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നവർ തുടക്കത്തിലേ പറഞ്ഞിരുന്നു. ഉണ്ടാവില്ല എന്നും ദുൽഖർ വാക്കും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ കഥ ഞങ്ങൾ സിനിമയാക്കുന്നു എന്ന അനുമതിയും വാങ്ങിയിരുന്നില്ല. കുറുപ്പ് എന്ന സിനിമയോട് ഞങ്ങൾക്ക് പ്രതിഷേധമില്ല എന്നറിയിച്ച് അവർ കേസ് പിൻവലിച്ചു. പടം കണ്ടപ്പോൾ അവർ വിചാരിച്ച പോലെയൊന്നും കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. മാവേലിക്കര സെഷൻസ് കോടതി ഭാസ്കര പിള്ളയെയും പൊന്നപ്പനെയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. കുറുപ്പിൻ്റെ ഭാര്യയെയും അനിയത്തിയെയും കോടതി വെറുതെ വിട്ടു. ശിക്ഷിക്കപ്പെട്ടവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കീഴ്ക്കോടതി വിധി ഹൈക്കോടതി ശരിവച്ചു. അല്ലാതെ ശിക്ഷ കുറച്ചൊന്നുമില്ല. ചാക്കോയുടെ അതിദാരുണമായ കൊലപാതകത്തിന് ആശ്വാസമായി ചാക്കോയുടെ വിധവ ശാന്തമ്മയ്ക്ക് സർക്കാർ ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ഒരു ജോലി നൽകി. അതുകൊണ്ട് ജിതിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയിരിക്കാം. ചാക്കോ വധക്കേസിലെ 1-ാം പ്രതിയോട് ഞങ്ങൾ ക്ഷമിച്ചു എന്നാണ് ഇപ്പോൾ ശാന്തമ്മ പറയുന്നത്. ഞങ്ങൾക്ക് അയാളുടെ ഒരു പകയുമില്ല.
ആ ദ്രോഹി ക്രൂരമാണ് കാണിച്ചതെങ്കിൽ ഞങ്ങൾ അയാളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ശാന്തമ്മ പറയുന്നത്. 9 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഭാസ്കരപിള്ളയെ 3.5 പതിറ്റാണ്ടിന് ശേഷം വീട്ടിൽ ചെന്ന് കണ്ട് കൈ കൊടുത്തു ശാന്തമ്മ 1984 ജനുവരി 22-ന്. വരും വരായികൾ ഓർക്കാതെ ചെയ്തു പോയി എന്നാണ് ഭാസ്കരപിള്ള ശാന്തമ്മയോട് പറഞ്ഞത്. ആ നശിച്ച ജനുവരി 22-ാം തീയതി വരും വരായികളൊന്നും ഞങ്ങൾ ആലോചിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ചെങ്ങന്നൂർ സെൻറ്റ് തോമസ് മലങ്കര കാത്തോലിക്ക പള്ളിയിലെ കൂടിക്കാഴ്ച മനസ്സിൻ്റെ ഭാരം കുറച്ചുവെന്നും ഭാസ്കരപിള്ള പറഞ്ഞു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ജോർജ് പനയ്ക്കൽ വഴിയാണ് ശാന്തമ്മയും ഭാസ്കരപിള്ളയും നേരിട്ട് കണ്ടത്. സുകുമാരക്കുറുപ്പ് എവിടെയെങ്കിലും ലോകത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും ആ ദ്രോഹി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്കിപ്പോൾ 78 വയസ്സായി കാണും, ചത്ത് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദുൽഖറിനെ കണ്ടപ്പോൾ എൻ്റെ മോനെ പോലെ എനിക്ക് തോന്നി, ജിതിനെ പോലെ തോന്നി എന്നാണ് ശാന്തമ്മ പറഞ്ഞത്. നല്ല പയ്യനാണ്, അവൻ കീഴടങ്ങില്ല എത്ര കാലം കഴിഞ്ഞാലും എന്നാണ് ജിതിൻ പറയുന്നത്. കേസ് തെളിയിക്കാൻ മിടുക്ക് കാണിച്ച പോലീസ് മനസ്സ് വച്ചിരുന്നെങ്കിൽ കുറുപ്പിനെ പിടിക്കാമായിരുന്നുവെന്നും ജിതിൻ പറയുന്നു. എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഇതുപോലുള്ളൊരു ക്രൈം, ഇതുപോലെ ക്രൂരമായ ഒരു ക്രൈം, ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ക്രൈം ഒരു മലയാളിയുടെ മനസ്സിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അതിന് മുമ്പും ഉണ്ടായിട്ടില്ല, അതിന് ശേഷവും ഉണ്ടായിട്ടില്ല. അത്ര ക്രൂവലായിപ്പോയി. ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ. അർത്തിങ്കൽ പള്ളിയിൽ 6 മാസം ഗർഭിണിയായ എൻ്റെ മകൻ്റെ ഉദരത്തിൽ കൊണ്ടു നടക്കുന്ന ഭാര്യയെ കൊണ്ടുപോയി ഒരു നേർച്ചയിടാൻ വേണ്ടി സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റെല്ലാം കൊടുത്ത് ആ കണക്കുകളെല്ലാം ഇതാക്കി ക്ലോസ് ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു ബസ്സോ കാറോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി റോഡിൽ നിൽക്കുന്നൊരു ചെറുപ്പക്കാരൻ അതുവഴി വന്നൊരു കാറിന് കൈ കാണിക്കുകയും നല്ല മനസ്സുള്ളവരായതുകൊണ്ടായിരിക്കാം നിർത്തിയത് എന്ന് വിചാരിച്ച് ഓടിച്ചെല്ലുമ്പോൾ എങ്ങോട്ട് പോകാനാ, ആലപ്പുഴ വരെ കയറിക്കോ എന്ന് പറഞ്ഞ് കാറിൽ കയറ്റി കൊണ്ടുപോയി അയാളെ മദ്യത്തിൽ വിഷം കൊടുത്ത് ക്രൂരമായി കുടിപ്പിച്ച് കുഴഞ്ഞ് മറിഞ്ഞ് ഛർദ്ദിച്ച് വീഴുമ്പോൾ പൊത്തി മൂക്കും എല്ലാം കൂടെ പൊത്തി ടവൽ വെച്ച് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന് അയാളെ ഒരു കാറിൽ കൊണ്ടിരുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് ആ മരിച്ചത് ഈ കൊലപാതകയാണെന്നുള്ള കള്ളത്തെളിവ് ഉണ്ടാക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനൽ മനസ്സുള്ള ഒരാളിനെ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 78 വയസ്സുകാരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പട്ടിയെ പോലെ ലോകത്ത് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും, നരകിച്ച് ജീവിക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അതിദാരുണമായിപ്പോയി. പക്ഷേ അങ്ങനൊരു വിഷയം കിട്ടിയോടെ തന്നെ ആ വർഷം തന്നെ 84 തന്നെ ബേബി സാർ NH-47 ചെയ്തു. അതിൻ്റെ പിന്നാലെ അടൂർ ഗോപാലകൃഷ്ണൻ വരെ ഒരു ക്രൈം സിനിമ എന്ന് പറഞ്ഞ് ചെയ്തു. അത് കഴിഞ്ഞ് ദുൽഖറും ചെയ്തു. മറ്റൊരു ദാരുണ സംഭവം ഇതുപോലെ സിനിമ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി ഒരു എപ്പിസോഡായി പറയണമെന്നെനിക്ക് തോന്നിയത്. 40 വർഷം മുമ്പ് നടന്നൊരു സംഭവം ഇത്രയും വിശദമായി പറയാൻ കഴിഞ്ഞത് ഒരുപാട് അന്വേഷണങ്ങളുടെ ഒടുവിലാണ് എനിക്ക് സാധിച്ചത്. ഇനി ഒരിക്കലും ഇതുപോലെ ക്രൂരമായ കൊലപാതകങ്ങൾ വേറെ ആർക്കും ചെയ്യാനോ ചെയ്യിക്കാനോ മനസ്സ് വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, ഒരിക്കലും അയാൾക്ക് അത്രയും ജീവിതം ഉണ്ടാവുള്ളതായിരിക്കും, വിധി നിയോഗമായിരിക്കാം. എന്തായാലും ചാക്കോയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്, ചാക്കോയെ ഓർത്തുകൊണ്ട് ശാന്തമ്മയും ജിതിനും നന്നായി ജീവിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവർക്ക് ജോലി കിട്ടി, പെൻഷനായി കാണും, അവരും പെൻഷനായി കാണും. ജിതിന് 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. മൂത്തത് പെൺകുട്ടി, രണ്ടാമത്തെ ആൺകുട്ടി. നന്നായി ജീവിക്കട്ടെ അവർ. അച്ഛൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ താലോലിച്ച് നന്നായി ജീവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചാക്കോയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.